ദിവസം മദിരാശി എത്തിയ ഉടനെ ഗിൽഹാം സാഹിബിനെ കാണാൻ പോയി. അദ്ദേഹം അന്ന് കച്ചേരിക്ക് പോയിട്ടില്ല. ആപ്പീസ് മുറിയിൽ ഇരിക്കുന്നു. മാധവന്റെ കാർഡ് കണ്ടപ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ടു. 8 ദിവസം കൽപ്പന വാങ്ങി തലേ ദിവസത്തിന് മുമ്പത്തെ ദിവസം മലയാളത്തിലേക്ക് കല്യാണം കഴിപ്പാനാണെന്ന് പറഞ്ഞു പോയ മാധവൻ മടങ്ങി വന്നുവോ എന്ന് ആശ്ചര്യപ്പെട്ട് വിളിക്കാൻ പറഞ്ഞു. മാധവൻ അകത്തേക്ക് വന്നു. സാഹിബ് മുഖത്തേക്ക് നോക്കിയപ്പോൾ വളരെ വ്യസനിച്ചുപോയി. ഈ ഗിൽഹാം സാഹിബ് മാധവനിൽ വളരെ പ്രിയമുള്ള ഒരാളായിരുന്നു. മാധവനെ സിവിൽ സർവീസിൽ എടുപ്പാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുന്നു. വണ്ടിയിൽ 2-3 ദിവസത്തെ വഴിയാത്രയും മനസ്സിൻ്റെ വ്യസനവും നിമിത്തം മാധവന്റെ മുഖം കഠിനമായി വാടിയിരുന്നു. മുമ്പ് കാർഡ് അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സായിവ് മാധവനെ കണ്ടറിവാൻ പക്ഷേ പ്രയാസപ്പെടുമായിരുന്നു എന്ന് പറയാം. കണ്ട ഉടനെ ഗിൽഹാം സായിവ്: മാധവ, എന്താണിത്? കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചുവോ? എന്താണ് നീ ബന്ധപ്പെട്ട് മടങ്ങിയത്? നിന്റെ മുഖവും ഭാവവും വല്ലാതിരിക്കുന്നു. ഇരിക്കൂ. മാധവൻ: എൻ്റെ കുടുംബത്തിലും സ്നേഹിതന്മാരിലും ആരും മരിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് മനസ്സിന് വലുതായ വ്യസനം വന്നിട്ടുണ്ട്. അത് എൻ്റെ മേൽ ഇത്ര വാത്സല്യമുള്ള താങ്കളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ മടിക്കുന്നില്ല. ഇതു കേട്ട ഉടനെ ബുദ്ധിമാനായ സായിവിന് ഏകദേശ കാര്യം മനസ്സിലായി. കല്യാണത്തിനാണ് മാധവൻ പോകുന്നത് എന്ന് പറഞ്ഞ് കൽപ്പന വാങ്ങിപ്പോയത് തനിക്ക് ഓർമ്മയുണ്ട്. അതിന് വല്ല തകരാറും വന്നിരിക്കാം. ആ കാര്യം തന്നോട് പറയുന്നതിന് മാധവന് മടിയുണ്ടാകയില്ലെങ്കിലും പറയുമ്പോൾ ഒരു സമയം ലജ്ജ ഉണ്ടാവുമായിരിക്കും. അതാണ് ക്ഷണേന പറയാതെ പറയാം എന്നൊരു പീഡിക വെച്ച് പറഞ്ഞത് എന്ന് സായിബ് വിചാരിച്ചു. ഗിൽഹാം സായിബ്: എനിക്ക് കാര്യം ഇപ്പോൾ അറിയണമെന്നില്ല. പിന്നെ സാവകാശത്തിൽ പറഞ്ഞാൽ മതി. എന്നാൽ നിനക്ക് വല്ലതും വേണ്ടതുണ്ടെങ്കിൽ ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. മാധവൻ: എനിക്ക് ദയവ് ചെയ്ത് 1 കൊല്ലത്തെ കൽപ്പന തരാൻ ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് കുറേ രാജ്യസഞ്ചാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ആലോചിച്ചിട്ട് സായിബ് മറുപടി പറഞ്ഞു. ഗിൽഹാം സായിബ്: മനസ്സിന് വല്ല സുഖക്കേടുമുണ്ടെങ്കിൽ രാജ്യസഞ്ചാരം ചെയ്യുന്നതുപോലെ അതിൻ്റെ നിവൃത്തിക്ക് വേറെ ഒന്നുമില്ല. നിന്റെ വിചാരം എനിക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. വിശേഷിച്ച് നീ പഠിപ്പ് കഴിഞ്ഞ ശേഷം എങ്ങും സഞ്ചരിച്ചിട്ടില്ല. ഞങ്ങൾ ബിലാത്തിയിൽ യൂണിവേഴ്സിറ്റി വിട്ടാൽ ഒരു സഞ്ചാരം കഴിച്ചിട്ടേ വല്ല ഉദ്യോഗത്തിലും പ്രവേശിക്കാറുള്ളൂ എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ഏത് രാജ്യത്ത് സഞ്ചരിപ്പാനാണ് വിചാരിക്കുന്നത്? കഴിയുമെങ്കിൽ യൂറോപ്പിലേക്കാണ് പോവേണ്ടത്. എന്നാൽ തൽക്കാലം വരുന്ന മാസം മുതൽ 3 മാസം അവിടെ വളരെ ശീതവും സുഖക്കേടുമുള്ള കാലം. അത് കഴിഞ്ഞാൽ വളരെ സുഖമുള്ള കാലമാണ്. ഇപ്പോൾ എങ്ങോട്ട് പോവാനാണ് വിചാരിക്കുന്നത്? മാധവൻ: ഇപ്പോൾ യൂറോപ്പിൽ സുഖമില്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലും ബർമ്മയിലും ഒന്ന് സഞ്ചരിച്ച് ദിക്കുകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഗിൽഹാം സായിബ്: എന്നാൽ നീ ഇപ്പോൾ ഒരു 4 മാസത്തെ കൽപ്പന എടുത്താൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അധികം വേണമെങ്കിൽ എഴുതി അയച്ചാൽ ഞാൻ അനുവദിക്കാം. നിനക്ക് ക്ഷീണം വളരെ കാണുന്നു. വേഗം പോയി ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് സായിബ് എഴുന്നേറ്റു. മാധവനും എഴുന്നേറ്റു നിന്നു. സായിബ് മാധവന്റെ കൈപിടിച്ച്: നിനക്ക് സർവശുഭവും ഉണ്ടാവട്ടെ. നിന്റെ വ്യസനങ്ങളെല്ലാം തീർന്ന് ഉടനെ എനിക്ക് നിന്നെ കാണാൻ സംഗതി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സായിവിനും മാധവനും ഒരുപോലെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. മാധവൻ ഉടനെ പാർക്കുന്നിടത്ത് വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് പേര് വരുത്തി. അച്ഛന് ഒരു കത്തെഴുതി ഷിന്നനെയും വാല്യക്കാർ 2 ആളെയും കത്തോടുകൂടി മലയാളത്തിലേക്ക് അയച്ചു. പിറ്റേ ദിവസം വൈകുന്നേരത്തെ വണ്ടിക്ക് ബൊംബായിലേക്ക് ടിക്കറ്റ് വാങ്ങി മദിരാശി വിടുകയും ചെയ്തു. ഇനി എനിക്ക് പറയുവാനുള്ള കഥ മഹാകഷ്ടമായ കഥയാണ്. ഇത്ര നേരം എഴുതിയതിലും കഷ്ടമാണ്. എങ്കിലും പറയാതെ നിവൃത്തിയില്ലല്ലോ. ഷിന്നനും 2 ബാല്യക്കാരും കൂടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വണ്ടി ഇറങ്ങി പട്ടരുടെ മഠത്തിൽ കയറി ഊണ് കഴിച്ച് അവിടെ നിന്ന് പോന്ന് ചെമ്പാഴിയോട്ട് വക ഊട്ടുപുരയിൽ കയറി അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ചെമ്പാഴിയോട്ട് എത്തി. ഷിന്നനും ഒരു ബാല്യക്കാരനും പൂവള്ളി വീട്ടിലേക്കും മറ്റേവൻ ഗോവിന്ദപ്പണിക്കരുടെ വീട്ടിലേക്കും പോയി. ഇവൻ ചെല്ലുമ്പോൾ ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും കൂടി 2 കസാലയിൽ ഇരുന്ന് വെടി പറയുന്നു. ബാല്യക്കാരൻ പടികടന്നത് കണ്ട ഉടനെ ഗോവിന്ദപ്പണിക്കർ എഴുന്നേറ്റ് മാധവൻ എത്തിയോ എന്ന് ചോദിച്ചും കൊണ്ട് കോലായിൻ്റെ വക്കിൽ നിന്നു.
കുട്ടൻ മേനോൻ യജമാനൻ വന്നിട്ടില്ല, ഒരു എഴുത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗോവിന്ദപ്പണിക്കർക്ക് ഒരു സുഖക്കേട് തോന്നി. ദീനമൊന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വാലിയക്കാരൻ പറഞ്ഞ ശേഷം എഴുത്തു തുറന്ന് വായിച്ചു. അദ്ദേഹം വായിച്ച എഴുത്ത് താഴെ ചേർക്കുന്നു. വർത്തമാനങ്ങളെല്ലാം ശങ്കരശാസ്ത്രികളും മറ്റും പറഞ്ഞറിഞ്ഞു. എൻ്റെ അഭിപ്രായം പോലെ തന്നെ അച്ഛനും ഇന്ദുലേഖയുടെ മേൽ അഭിപ്രായമായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെട്ടു പോയതിൽ എന്നെ വളരെ നിന്ദിക്കുന്നില്ല. മനുഷ്യരുടെ കൗടില്യം എത്രയെന്നും ഏതു വിധമെന്നും ഒരാൾക്ക് ഗണിക്കാൻ കഴിയുകയില്ലല്ലോ. എനിക്ക് മനസ്സിന് അശേഷം സുഖമില്ലാത്തതിനാൽ രാജ്യസഞ്ചാരത്തിന് പോവുന്നു. കുറേ നാൾ കഴിഞ്ഞ് സുഖമായാൽ മടങ്ങി വന്ന് അച്ഛനെയും അമ്മയെയും കാണും. അച്ഛൻ ഇതു നിമിത്തം ഒട്ടും വ്യസനിക്കണ്ട. ഞാൻ ആത്മഹത്യ മുതലായ ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്തു കളയും എന്ന് സംശയിക്കരുത്. രാജ്യസഞ്ചാരം കഴിച്ച് നിശ്ചയമായി മടങ്ങി വരാനാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അത് എത്ര കാലം കൊണ്ടാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഞാൻ എത്രയോ പ്രിയപ്പെട്ട മകനാണെന്ന് എനിക്ക് നല്ല അറിവുണ്ട്. ഞാൻ എന്തു തന്നെ എഴുതിയാലും അച്ഛൻ വ്യസനിക്കാതെ ഇരിക്കയില്ല. എന്നാൽ അമ്മയെ വിചാരിച്ച് അച്ഛൻ വ്യസനം കഴിയുന്നിടത്തോളം പുറത്ത് കാണിക്കരുതേ. അച്ഛൻ സ്വല്പം വ്യസനം കാണിച്ചാൽ അമ്മ വളരെ വിഷാദിക്കും. ഞാൻ നാളെ മദിരാശി വിടുന്നു എന്ന് എൻ്റെ അച്ഛനെ ഗ്രഹിപ്പിപ്പാൻ. മാധവൻ. ഈ എഴുത്ത് വായിച്ച ഉടനെ അയ്യോ എൻ്റെ കുട്ടാ, നീ എന്നെ ആക്കിയിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞ് മാറിലടിച്ച് ഗോവിന്ദപ്പണിക്കർ ബോധം കെട്ടു വീണു. ഗോവിന്ദൻകുട്ടി മേനവൻ അതൊന്നും നോക്കാതെ ക്ഷണത്തിൽ എഴുത്തെടുത്ത് വായിച്ചു മനസ്സിലാക്കി. കുറെ വെള്ളം കൊണ്ടുവന്ന് ഗോവിന്ദപ്പണിക്കരുടെ മുഖത്ത് തളിച്ച് അദ്ദേഹത്തിന് ബോധം വന്ന ക്ഷണം വളരെ ദേഷ്യത്തോടുകൂടി പറയുന്നു. ഗോവിന്ദൻകുട്ടി മേനവൻ, ഇതെന്താണ് ഈ കാണിച്ചത്? കഷ്ടം, കഷ്ടം! ഇത്ര ബുദ്ധിയുണ്ടായിട്ട് ഈ വിധം കാണിച്ചുവല്ലോ. കഷ്ടം, മഹാകഷ്ടം! ഈ ഗോഷ്ഠി കണ്ടപ്പോൾ മാധവൻ മരിച്ചുപോയോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. ജ്യേഷ്ഠനും ബുദ്ധിയും അറിവും ഇല്ലാഞ്ഞിട്ടല്ല, മാധവനോടുള്ള അതിപ്രേമം കൊണ്ടായിരിക്കും ഇങ്ങനെ അനാവശ്യമായി വ്യസനിച്ചത്. മാധവന് എന്താണിപ്പോഴൊന്ന് വന്നത്? മനസ്സിന് സുഖമില്ലെന്ന് തോന്നി കുറേ ദിവസം രാജ്യസഞ്ചാരത്തിന് നിശ്ചയിച്ച് മദിരാശിയിൽ നിന്ന് പോയി എന്നറിയിച്ചിരിക്കുന്നു. എന്താണിതിലിത്ര വ്യസനിപ്പാനുള്ളത്? ഇന്ത്യ രാജ്യം എങ്ങും തീവണ്ടിയുണ്ട്. യൂറോപ്പിലേക്ക് പോകുന്നതായാൽ അത് സുഖമായി എളുപ്പത്തിൽ സാധിക്കും. നമ്മൾക്ക് അയാളുടെ വർത്തമാനം പണം ചെലവിട്ടാൽ എങ്ങനെയെങ്കിലും അറിയാം. പക്ഷേ നമ്മൾക്ക് തന്നെ തിരിഞ്ഞു പോവാം. ഗോവിന്ദപ്പണിക്കർ. അതിനെന്താണ് സംശയം? ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നത് ഈ മലയാളം വിട്ടിട്ട്, അതിന് സംശയമില്ല. ഗോവിന്ദൻകുട്ടി മേനോൻ. ആവട്ടെ, പോവുന്നതിന് എന്ത് വിരോധം? നിശ്ചയമായി ഞാനും വരാം. ഇങ്ങനെ തുമ്പില്ലാതെ വ്യസനിക്കുന്നത് എന്ത് കഷ്ടം! ജ്യേഷ്ഠൻ്റെ ഈ വ്യസനം കണ്ടാൽ മാധവൻ്റെ അമ്മ എങ്ങനെ ജീവിക്കും? ഇത്രത്തോളം പറയുമ്പോഴേക്ക് ശുദ്ധവെയിലിൽ ഇന്ദുലേഖ കയറി വരുന്നത് കണ്ടു. ഉടനെ ഗോവിന്ദപ്പണിക്കർ കണ്ണീർ തുടച്ചു. എണീറ്റു നിന്നു. ഇന്ദുലേഖ വെയിലത്ത് നടന്ന് വിയർത്ത് മുഖവും മറ്റും രക്തവർണമായിരിക്കുന്നു. തലമുടി മുഴുവനും അഴിഞ്ഞു വീണ് ഇഴയുന്നു. എന്താണ് മദിരാശി വർത്തമാനം എന്ന് ചോദിക്കുമ്പോഴേക്ക് പിന്നാലെ ഇന്ദുലേഖയുടെ അമ്മ, മുത്തശ്ശി, പാർവതിയമ്മ, 5-6 ദാസിമാർ ഇവരും കയറി വരുന്നത് കണ്ടു. എല്ലാം കൂടി അവിടെ ഒരു തിരക്ക് എന്നേ പറവാനുള്ളൂ. ഇന്ദുലേഖ. എന്താണ് മദിരാശി വർത്തമാനം? എന്നോട് പറയരുതേ. ഗോവിന്ദൻകുട്ടി മേനോൻ. ഇന്ദുലേഖ അകത്തു പോവോ? ഒന്നും ഭ്രമിക്കേണ്ട, വ്യസനിക്കാൻ ഒന്നുമില്ല. പാർവതിയമ്മ. അയ്യോ, എൻ്റെ കുട്ടി എവിടെ പോയിക്കളഞ്ഞു? അയ്യോ, ഞാൻ ഇനി അരനാഴിക ജീവിച്ചിരിക്കയില്ല. ഇന്ദുലേഖ. എഴുത്തുകൊണ്ട് വന്നു എന്ന് ചിന്നൻ എന്നോട് പറഞ്ഞുവല്ലോ, ആ എഴുത്തെവിടെ? ഗോവിന്ദപ്പണിക്കർ എഴുത്ത് ഇന്ദുലേഖയുടെ കയ്യിൽ കൊടുത്തു. ഇന്ദുലേഖ എഴുത്ത് വായിച്ച ഉടനെ അകത്ത് ഒരു മുറിയിൽ പോയി ഒരു കട്ടിലിന്മേൽ വീണ് കരഞ്ഞു തുടങ്ങി. പാർവതിയമ്മയുടെ നിലവിളി സഹിച്ചുകൂടാതായി. എൻ്റെ മകനെ, നിന്നെ ഇനി എന്ന് ഞാൻ കാണും? എൻ്റെ മകനെ പോലെ ഒരു കുട്ടിയെ ഈ ഭൂമിയിൽ കാണാനില്ലല്ലോ ഈശ്വര. ഞാനിനി എന്തിന് ജീവിച്ചിരിക്കുന്നു ഈശ്വര? എൻ്റെ കുട്ടി, നിന്നെ ആര് നോക്കി രക്ഷിക്കും? എനിക്ക് വേറെ ഒരു മക്കളും ഇല്ലെന്ന് നീ അറിഞ്ഞും കൊണ്ട് നീ ഇങ്ങനെ എന്നെ ഇട്ടേച്ച് പോയല്ലോ ഉണ്ണി. ഈശ്വര,
എന്ന് പറഞ്ഞ് കഠിനമായി മാറത്തടിച്ച് നിലവിളിക്കുന്ന കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ഒരക്ഷരവും ഈ അമ്മയോട് പറവാൻ ധൈര്യം വന്നില്ല. അപ്പോഴേക്ക് പൂവള്ളിയിൽ നിന്ന് ശങ്കരമേനോൻ, ചാത്തരമേനോൻ മുതലായവർ എല്ലാവരും എത്തി. ശങ്കരമേനോൻ പാർവതി അമ്മയോട്, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? മാധവന് ഒന്നും വന്നിട്ടില്ല. ഇത്രത്തോളം പറയുമ്പോഴേക്ക് ശങ്കരമേനോനും കരഞ്ഞുപോയി. ഇദ്ദേഹത്തിന് മാധവന്റെ മേൽ അതിവാത്സല്യമായിരുന്നു. ശങ്കരമേനോൻ കണ്ണീർ തുടച്ചും കൊണ്ട്, 10 ദിവസത്തിലകത്ത് മാധവൻ ഇവിടെ എത്തും. അവൻ ഏതു ദിക്കിലുണ്ടെങ്കിലും ഞങ്ങൾ പോയി കൊണ്ടുവരും. പിന്നെ നീ എന്തിനു വിഷാദിക്കുന്നു? പാർവതി അമ്മ, ജ്യേഷ്ഠൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. എനിക്കെൻ്റെ കുട്ടിയെ കാണാതെ ഇവിടെ ഇരിപ്പാൻ കഴിയില്ല, നിശ്ചയം. ശങ്കരമേനോൻ, ആട്ടെ, പാർവതിക്ക് വരാം. പൂവള്ളി പോയി സ്വസ്ഥമായിരിക്കോ, എണീക്കോ, കാര്യമൊക്കെ ശരിയായി വരും. മാധവന് ഒരു ദോഷവും വരികയില്ല. ഗോവിന്ദപ്പണിക്കർ, പാർവതി പൊയ്ക്കോളൂ. ഞാനും ഗോവിന്ദൻകുട്ടിയും ഈ നിമിഷം മാധവനെ തിരയാൻ പോകുന്നു. 10 ദിവസത്തിനകത്ത് മാധവനോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തും. ഒട്ടും വിഷാദിക്കേണ്ട എന്നും മറ്റു പറഞ്ഞ് പാർവതി അമ്മയെ കുറെ സമാശ്വസിപ്പിച്ച് പൂവള്ളി വീട്ടിലേക്ക് അയച്ചു. ഇന്ദുലേഖയോട് ആർക്കും ഒന്നും പറവാൻ ധൈര്യം വന്നില്ല. ഒടുക്കം ഗോവിന്ദൻകുട്ടി മേനവനും ശങ്കരമേനവനും നിർബന്ധിച്ചതിനാൽ ഗോവിന്ദപ്പണിക്കർ ഇന്ദുലേഖ കിടക്കുന്ന അകത്ത് കടന്നു ചെന്നു. ഗോവിന്ദപ്പണിക്കർ ഇന്ദുലേഖയോട്, എന്താണ് ഇങ്ങനെ വ്യസനിക്കുന്നത്? ഇങ്ങനെ വ്യസനിപ്പാൻ ഒരു സംഗതിയും നമ്മൾക്കിപ്പോൾ വന്നിട്ടില്ല. ഇന്ദുലേഖ ഇങ്ങനെ വ്യസനിച്ച് കിടക്കുകയാണെങ്കിൽ ഞാനും ഗോവിന്ദൻകുട്ടിയും മാധവനെ തിരഞ്ഞു പോവാൻ നിശ്ചയിച്ചിട്ടുള്ളത് മുടങ്ങും. ഇത് കേട്ടപ്പോൾ ഇന്ദുലേഖ എണീറ്റിരുന്നു. ഇന്ദുലേഖ, തിരഞ്ഞു പോവാൻ ഉറച്ചുവോ? ഗോവിന്ദപ്പണിക്കർ, എന്ത് സംശയമാണ്, ഞാൻ പോവുന്നു. ഇന്ദുലേഖ, ഇന്നലെയോ ഇന്നോ ബൊമ്പായിൽ നിന്ന് കപ്പൽ കയറിയിരിക്കും. എന്നാലോ? അപ്പോഴേക്ക് ഗോവിന്ദൻകുട്ടി മേനവൻ അകത്ത് കടന്നു വന്നു. ഗോവിന്ദൻകുട്ടി മേനോൻ, ഞങ്ങൾക്കെന്താണ്, ബിലാത്തിക്ക് പോവാൻ കപ്പൽ കിട്ടുകയില്ലേ? നീ ഒന്നുകൊണ്ടും വ്യസനിപ്പാനില്ല. ഞങ്ങൾ ജീവനോടുകൂടി ഇരുന്നുവെങ്കിൽ മാധവനെ ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനവൻ അമ്മയെ വിളിച്ച് തനിക്ക് പുറപ്പെടാൻ വേണ്ടുന്നതെല്ലാം ഒരുക്കാൻ പൂവരങ്ങിലേക്ക് പോയി. ഇന്ദുലേഖ ഗോവിന്ദപ്പണിക്കരോട്, ഇങ്ങനെ ഒരു ചതി ചെയ്തത് ആർ? അദ്ദേഹത്തിനും എനിക്കും ഒരു വിരോധികളും ഉള്ളതായി ഞാൻ അറിയുന്നില്ല. ഗോവിന്ദപ്പണിക്കർ, ഇതിലെന്തോ ഒരു അബദ്ധമായ ധാരണ ജനങ്ങൾക്ക് വന്നുപോയിട്ടുണ്ട്. നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മാളികയിന്മേൽ വെച്ച് പാട്ടുകേട്ട് അവിടെ തന്നെ ആയിരുന്നു 2 രാത്രിയും ഉറങ്ങിയത് എന്നും മറ്റും ഈ ദിക്കിലെല്ലാം ധാരാളം ഒരു ഭോഷ്ക് നടക്കുന്നുണ്ട്. ഞാൻ പൊൽപ്പായി ഇങ്ങനെ പറയുന്നത് കേട്ടു. പിന്നെ നമ്മുടെ ശാസ്ത്രികളും കുട്ടിയോട് വേണ്ട വിഡ്ഢിത്തമെല്ലാം ചെന്നു പറഞ്ഞു എന്നല്ലേ കേട്ടത്? എന്തു ചെയ്യാം, നമ്മളുടെ ഗ്രഹപ്പിഴ. എൻ്റെ കുട്ടിയെ കാണാതെ ഞാൻ മടങ്ങുകയില്ല. കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയുമില്ല എന്ന് പറയുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് വെള്ളം ധാരാളമായി ചാടിത്തുടങ്ങി. ഇന്ദുലേഖ, വ്യസനിക്കരുതേ, അദ്ദേഹത്തെ കാണും. നമ്മൾക്ക് സുഖമായിരിക്കാനും സംഗതി വരും. എന്നാൽ എനിക്ക് മുഖ്യമായ വ്യസനം എൻ്റെ സ്വഭാവം ഇത്ര വെടുപ്പായി മനസ്സിലായിട്ട് ഞാൻ ഇത്ര അന്തസാരമില്ലാത്തവളാണെന്ന് ഇത്ര വേഗം നിശ്ചയിച്ചു കളഞ്ഞുവല്ലോ എന്നുള്ളതാണ്. ഈ വ്യസനം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ദുലേഖ കരഞ്ഞു. ഗോവിന്ദപ്പണിക്കർ, മാധവൻ ഇക്കുറി മദിരാശിക്ക് പോകുമ്പോൾ ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തൻ്റെടത്തെക്കുറിച്ചും മറ്റും വളരെ പറഞ്ഞിരുന്നു. ഗ്രഹപ്പിഴയ്ക്ക് എൻ്റെ കുട്ടിക്ക് അതൊന്നും തോന്നിയില്ല. ഞാൻ പുറപ്പെടാനൊക്കെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദപ്പണിക്കർ പുറപ്പാടിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഇന്ദുലേഖയെ ഒരുവിധമെല്ലാം സാന്ത്വനം ചെയ്ത് അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയോടുകൂടി പൂവരങ്ങിലേക്ക് അയക്കുകയും ചെയ്തു. ഗോവിന്ദപ്പണിക്കർ തൻ്റെ ഭാര്യയെയും സമാശ്വസിപ്പിച്ചു പുറപ്പെടാനൊരുങ്ങി. പഞ്ചുമേനവന് ഈ വർത്തമാനം കേട്ടപ്പോൾ ബഹു സന്തോഷമായി. കുരുത്തം കെട്ടവൻ അങ്ങനെയെല്ലാം പറ്റും എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. എന്നാൽ തനിക്ക് മാധവൻ എന്ത് സംഗതിയിലാണ് പൊയ്ക്കളഞ്ഞത് എന്ന് വെളിവായി മനസ്സിലായിട്ടില്ല. തൻ്റെ ശബ്ദം കേട്ടിട്ട് ഭയപ്പെട്ടിട്ടോ മറ്റോ ആയിരിക്കാമെന്ന് ഒരു ഊഹം മാത്രം ഉണ്ട്. പഞ്ചുമേനവനോട് ഗോവിന്ദൻകുട്ടി മേനവൻ യാത്ര ചോദിച്ചപ്പോൾ അത് അശേഷം തനിക്ക് രസമായില്ലെങ്കിലും വിരോധിച്ചാൽ ഫലമുണ്ടാവുകയില്ലെന്ന് നിശ്ചയിച്ച് മൗനാനുവാദമായി സമ്മതിച്ചു എന്നു തന്നെ പറയാം.
അന്ന് അത്താഴം കഴിഞ്ഞ് ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും ഒരു 4 ബാല്യക്കാരും കൂടി മാധവനെ തിരയുവാൻ പുറപ്പെടുകയും ചെയ്തു.